എത്ര ആരാധനാകർമ്മം നിർവഹിച്ചാലും, പള്ളിയിൽ 24 അവർ ഇരുന്നാലും, 5ഉം 6ഉം തവണ ഹജ്ജ് കർമ്മം നിർവഹിച്ചാലും, സംഘടനയുടെ ഉന്നത ബോഡിയിൽ നിൽക്കുന്ന ആളാണെങ്കിലും ശരി, നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളവരായിട്ട് മാറുന്നത് എന്റെ മാനസികമായിരിക്കുന്ന വിശുദ്ധിക്ക് അനുസരിച്ചാ. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച് പറഞ്ഞത്, അവിടെ വരുമ്പം രക്ഷപ്പെടുന്ന ആള് സലീമായ ഹൃദയത്തോടു കൂടി അവിടെ വരുന്നവൻ മാത്രമേ രക്ഷപ്പെടുള്ളൂ. അതിന് റസൂലിന്റെ ഹദീസും ഞാൻ പറഞ്ഞു. മനുഷ്യന്റെ ശരീരത്തിൽ ഒരു അവയവമുണ്ട്, അത് നന്നായാൽ ശരീരം നന്നായി, അത് കേടായാൽ ശരീരം മുഴുവനും കേടായി. റസൂൽ പറഞ്ഞു അലാ ഫഹിയൽ ഖൽബ്, അതത്തെ ഹൃദയം. അതിന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആരാധനാ കർമ്മങ്ങളെല്ലാം ചിട്ടപ്പെടുത്തി വെച്ചത് മനുഷ്യന്റെ മനസ്സിന്റെ ശുദ്ധിയുമായി ബന്ധപ്പെട്ട. നമസ്കാരമാണെങ്കിലും, നോമ്പാണെങ്കിലും, സക്കാത്താണെങ്കിലും, ഹജ്ജ് ആണെങ്കിലും മനുഷ്യന്റെ മനസ്സിന്റെ ശുദ്ധിയാണ്. അതുകൊണ്ട് ഈ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുക വഴി പരസ്പരമുള്ള ആദരവും ബഹുമാനവും കൊടുക്കാൻ, ആളുകളെ അംഗീകരിക്കാൻ, ആളുകളെ ബഹുമാനിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ ആരാധനാ കർമ്മങ്ങൾ വഴി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? സംതൃപ്തി ഉണ്ടാകും. ഈ ചിട്ടപ്പെടുത്തൽ നടത്തോടൊപ്പം തന്നെ അല്ലാഹ് നമ്മുടെ മുമ്പിലേക്ക് തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സമ്മാനമാണ് ഇസ്തിഗ്ഫാർ. അത് എത്രമാത്രം വർദ്ധിപ്പിക്കാൻ കഴിയുന്നുവോ അത്രയും അടിസ്ഥാനത്തിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കെടുകി തുടച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് ഇസ്തിഗ്ഫാറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്